സമയ ദൃശ്യങ്ങളിലേക്ക് വീണ്ടും പസഫിക് സമുദ്രത്തിലേക്ക് അവിടെ നിന്നും ഇതാ ടഗ് ആ ബോട്ടിൽ ആ റിക്കവറി ബോട്ടിൽ ആ റോപ്പ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ റോപ്പ് ഉപയോഗിച്ചാണ് ഇനി ഇതിനെ ബന്ധിപ്പിക്കാൻ പോകുന്നത്. കൃത്യമായി ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നു. ഇപ്പം നമുക്ക് ഒരു എക്സ്പേർട്ട് ഇപ്പോൾ ആ പേടകത്തിലേക്ക് കയറിയിരിക്കുന്നു. പേടകത്തിന്റെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ആ പേടകത്തിന്റെ മുകളിലേക്ക് കയറി ആ റോപ്പ് അവിടെ ബന്ധിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഒരാൾ അതിന് മുകളിലേക്ക് കയറിയിട്ടുണ്ട്. ആ പേടകത്തിനകത്താണ് നമ്മുടെ സംഘമുള്ളതെങ്കിൽ ഇപ്പോൾ അതിന് പുറത്തേക്ക് കയറിയ ഒരാളെ കാണാം. അവിടെ കൃത്യമായി അതിനെ ബന്ധിക്കേണ്ടതുണ്ട്. ആ റോപ്പ് കൃത്യമായി എറിഞ്ഞു കൊടുക്കുന്ന ആ ബോട്ടിൽ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ആളെ കാണാം. അത് കൃത്യമായി ബന്ധിപ്പിക്കാനുള്ള ശ്രമം അവിടെ നടക്കുകയാണ്. അത് ബന്ധിപ്പിച്ച ശേഷമായിരിക്കും അതിനെ ബോട്ട് ഉപയോഗിച്ച് കെട്ടിവലിക്കുക ഷിപ്പിലേക്ക്. ഇതെല്ലാം സ്റ്റാൻഡേർഡ് പ്രോട്ടോക്കോളിന്റെ ഭാഗമായുള്ള ഓരോ ഘട്ടങ്ങളാണ്. ആ ഘട്ടങ്ങൾ ഓരോന്നായി ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. അവിടെ നമ്മളിത് സുനിത വില്യംസ് ഭൂമിയിലേക്ക് എത്തിയപ്പോൾ കണ്ട അതേ പ്രോട്ടോക്കോളും അതേ സ്റ്റെപ്പുകളും അതിവിടെ ഫോളോ ചെയ്യുന്നു. നമുക്ക് ആ ദൃശ്യം കൂടി വേണമെങ്കിൽ കൊടുക്കാമെങ്കിൽ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ വ്യക്തതയോടു കൂടി എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. 2025 ഈ വർഷം തന്നെ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ 19-ാം തീയതിയാണ് സുനിത വില്യംസും സംഘവും ഭൂമിയിലേക്ക് ഇതേപോലെ ഡ്രാഗൺ പേടകത്തിൽ വന്നിറങ്ങിയത്. അന്ന് ഇതേപോലെ സോഫ്റ്റ് സ്പ്ലാഷ് ഡൗൺ സംഭവിക്കുകയും പസഫിക് സമുദ്രത്തിൽ തന്നെ ഇറങ്ങുകയുമായിരുന്നു. അന്ന് പകൽ സമയമായിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ വളരെ വ്യക്തതയേറിയ ദൃശ്യങ്ങൾ നമുക്ക് കിട്ടിയിരുന്നു. ഇതിപ്പോൾ വ്യക്തത കുറവല്ല, പകരം രാത്രി ആയതുകൊണ്ടാണ് നമുക്ക് ഈ രീതിയിൽ നമുക്ക് ആ ദൃശ്യങ്ങൾ നൽകാൻ കഴിയുന്നത്. പസഫിക് സമുദ്രത്തിലാണ് ഇപ്പോൾ ഈ പേടകം വന്നിറങ്ങിയിരിക്കുന്നത്. സുനിത വില്യംസ് ഈ രീതിയിൽ കഴിഞ്ഞ മാർച്ചിൽ വന്നിറങ്ങിയതാണ്. ഇതേ ഘട്ടങ്ങൾ നമ്മളിപ്പോൾ അല്പസമയം മുൻപ് കണ്ടതാണ്. ശുഭാംശുവിന്റെ യാത്രയിലും ഈ ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോയത്. 2 പാരച്യൂട്ടുകൾ ആദ്യം ഡിപ്ലോയ് ചെയ്യുന്നു, പിന്നീട് 4 പാരച്യൂട്ടുകൾ വിടരുന്നു. അങ്ങനെ വേഗം കുറച്ച് ഈ രീതിയിലാണ് സുനിത വില്യംസ് കഴിഞ്ഞ മാർച്ച് 19-ന് ഇവിടെ സ്പ്ലാഷ് ഡൗൺ ചെയ്തതെങ്കിൽ അല്പസമയം മുൻപ് ശുഭാംശു ഇതേ പ്രോസസ്സിലൂടെ കടന്നു വരികയും താഴെ സ്പ്ലാഷ് ഡൗൺ ചെയ്യുകയും ചെയ്തു. ഇതേ പ്രോസസ്സാണ് അല്പസമയം മുൻപ് ഉണ്ടായത്. അതിനുശേഷം അതിന് റിക്കവർ ചെയ്യുന്ന ബോട്ടുകളെയും നമുക്ക് കാണാം. സുനിത വില്യംസിനെയും ഈ രീതിയിൽ തന്നെയാണ് റിക്കവർ ചെയ്ത് മാറ്റിയത്. ആ ദൃശ്യം കൂടി പ്രേക്ഷകർ കാണാൻ കഴിയും അല്പസമയത്തിനകം. ഇങ്ങനെ പാരച്യൂട്ടുകൾ വിടർന്നാണ് ഈ 2 ഡ്രാഗൺ പേടകങ്ങളും ഭൂമിയിലേക്ക് എത്തിയത്. നമുക്ക് കാണാം ഇടത് ഭാഗത്ത് സുനിത വില്യംസ് 3-4 മാസം മുമ്പ് മാർച്ച് മാസം 19-ാം തീയതിയാണ് വന്നിറങ്ങിയത്. അതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണാം. മറുഭാഗത്ത് ഇതുപോലെ നമ്മുടെ ശുഭാംശു ശുക്ല ഈ ഗ്രേസ് എന്ന ഡ്രാഗൺ പേടകത്തിൽ വന്നിറങ്ങിയ ദൃശ്യം അത് പ്രേക്ഷകർക്ക് കാണാം. 2നെയും റിക്കവർ ചെയ്യുന്ന ബോട്ടുകൾ അത് വരികയും പിന്നീട് പേടകത്തെ ബന്ധിപ്പിക്കുകയും ആ പേടകത്തെ കെട്ടിവലിക്കുന്നതും കാഴ്ച കണ്ടോ. സമാനമായ 2 ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. മാർച്ച് മാസത്തിൽ സുനിത വില്യംസ് ആണെങ്കിൽ ഇന്നിത് ശുഭാംശു ശുക്ല. അങ്ങനെ ഇന്ത്യയുടെ അഭിമാനമായ ശുഭാംശു ശുക്ല മാറുകയാണ്. ആദ്യ ഇന്ത്യക്കാരൻ ISS-ൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനായി മാറിയിരിക്കുന്നു ശുഭാംശു ശുക്ല. അങ്ങനെ തിരികെ ഭൂമിയിലേക്ക് വിജയകരമായി എത്തിയിരിക്കുകയുമാണ് ശുഭാംശു ശുക്ല. 31 രാജ്യങ്ങളുടെ 60 പരീക്ഷണങ്ങൾ, ശാസ്ത്ര പരീക്ഷണങ്ങളാണ് ഈ സംഘം അവിടെ പൂർത്തിയാക്കിയത്. 18 ദിവസം, ആദ്യം 14 ദിവസത്തേക്കാണ് ഇവരുടെ ദൗത്യം നിശ്ചയിച്ചതെങ്കിൽ 4 ദിവസം കൂടി അധികമായി ഇവർക്ക് നൽകുകയായിരുന്നു. അങ്ങനെ 18 ദിവസം കൊണ്ടാണ് ഈ 60 പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി തിരികെ ഭൂമിയിലേക്ക് ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നത്. വീണ്ടും ദൃശ്യങ്ങളിൽ തത്സമയ ദൃശ്യം ബോട്ടിൽ അത് കെട്ടിവലിക്കുകയാണ്. ഡ്രാഗൺ പേടകത്തെ കെട്ടിവലിക്കുകയാണ്. നമുക്കതിന്റെ പ്രതലം നോക്കുക, അതിന്റെ ബാഹ്യഭാഗം നോക്കുക. ഇങ്ങനെ ആയിരുന്നില്ല നമ്മൾ ഇന്നലെ കണ്ടത്. നല്ല തൂവെള്ള നിറത്തിലായിരുന്നു നമ്മൾ ഈ ഡ്രാഗൺ പേടകത്തെ കണ്ടത്. പക്ഷേ നമുക്കറിയുന്നത് പോലെ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതൊരു കത്തിജ്വലിക്കും. കാരണം അത്രമാത്രം വലിയ താപം അവിടെ ജനറേറ്റ് ചെയ്യും. കാരണം അതിന് ഘർഷണമാണ്. അന്തരീക്ഷവുമായി കലരുമ്പോൾ, അന്തരീക്ഷവുമായി ചേർന്ന് വരുമ്പോൾ, ഇത്രയും വേഗത്തിൽ ഒരു ഒബ്ജക്റ്റ് അന്തരീക്ഷത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഘർഷണമുണ്ടാകും. നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിസിക്സിലൊക്കെ പഠിക്കുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് അതൊരു തീഗോളം പോലെ ആവുകയും ചെയ്യും. അതിന്റെ ഭാഗമായിട്ടാണ് ഇതിന്റെ ബാഹ്യ ആവരണത്തിൽ ഇങ്ങനെ ആ ഒരു നിറമാറ്റമൊക്കെ സംഭവിച്ചത്. ഇനി അതൊക്കെ വിദഗ്ധർ ഈ കപ്പലിൽ എത്തിക്കഴിഞ്ഞാൽ അതൊക്കെ മാറ്റും. അങ്ങനെ പിന്നീട് മിനിറ്റുകൾ കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ പുറത്തേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനായുള്ള കാത്തിരിപ്പാണ്. നമുക്ക് കാണേണ്ടത് ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ശുഭാംശുവിനെയാണ്. 18 ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ശുഭാംശുവിനെയും ടീമിനെയും നമ്മൾ കാത്തിരിക്കുകയാണ്. നേരത്തെ അറിയിച്ചതുപോലെ ഒരാഴ്ചത്തെ പുനരധിവാസ പ്രക്രിയയിലൂടെ ഇവർക്ക് കടന്നു പോകേണ്ടി വരും. കാരണം ഭൂഗുരുത്വാകർഷണം ഇല്ലാത്ത ഇടത്ത് 18 ദിവസം കഴിഞ്ഞതാണ് ഇവർ 4 പേരും. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ അന്തരീക്ഷവുമായി, ഇവിടുത്തെ ഭൂഗുരുത്വ ബലവുമായി പൊരുത്തപ്പെടാൻ ഇവർക്ക് സമയം ആവശ്യമാണ്. അതിനായി 7 ദിവസത്തെ ഒരു
പുനരധിവാസ പ്രക്രിയ ഇവർക്ക് നൽകേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ സ്വാഭാവികമായ രീതിയിലുള്ള നിലയിലേക്ക് ഇവർക്ക് മടങ്ങി വരാൻ കഴിയുകയുള്ളൂ. പക്ഷേ ഇതെല്ലാം പ്രോട്ടോക്കോളിന്റെ ഭാഗമാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടോ, ഇതാണ് നേരത്തെ സൂചിപ്പിച്ചു, റിക്കവറി ടീമിലുള്ള ആൾ ആ റോപ്പ് അവിടെ ബന്ധിപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവിടെ സ്ക്രൂ ഉപയോഗിച്ച് അതിനെ കൃത്യമായി വളരെ സ്ട്രോങ് ആയി ബന്ധിപ്പിക്കുന്നു. പിന്നീട് ആ ബോട്ടിൽ ഇതിനെ കെട്ടിവലിക്കും. അത് എത്തിച്ചേരുക ഒരു കപ്പലിലാണ്. തൊട്ടടുത്ത് തന്നെ കാത്തു നിൽക്കുന്ന കപ്പൽ റിക്കവറി ഷിപ്പ്. ആ റിക്കവറി ഷിപ്പിലാണ് പിന്നീട് ഇവരെ കരയിലേക്ക് എത്തിക്കുക. മാത്രമല്ല, ഷിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ പേടകം തുറക്കാൻ പറ്റും. ഈ പേടകം ഓപ്പൺ ചെയ്യുന്നതിന് ഹാച്ച് ഓപ്പൺ ചെയ്ത് വരും. ആ ഓപ്പൺ ചെയ്ത് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് നമ്മുടെ ശുഭാംശുവും ടീമും ഇറങ്ങുകയും ചെയ്യും. ആരായിരിക്കും ആദ്യം ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുക? അതിനൊരു കൗതുകമുണ്ട്. അത് ശുഭാംശു ആകട്ടെ എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അത് ശുഭാംശു ആകാം, അല്ലെങ്കിൽ നമ്മുടെ മിഷൻ കമാൻഡറായ പഗി വിറ്റ്സൺ ആവാം, അല്ലെങ്കിൽ അത് ടിബോർ കാപ്പു ആവാം, അല്ലെങ്കിൽ സ്ലവോഷ് വിസ്നിവ്സ്കി ആവാം. ഇതിൽ ആരെങ്കിലും ആയിക്കോട്ടെ. പക്ഷേ നമ്മൾ കാത്തിരിക്കുന്നത് ശുഭാംശുവിനെയാണ്. ഭൂമിയിലേക്ക് കാലെടുത്ത് വെക്കുന്ന ശുഭാംശുവിനെ നമ്മൾ കാത്തിരിക്കുന്നു. വീണ്ടും ദൃശ്യങ്ങളിലേക്ക്. അവിടെ ആ ബോട്ടിൽ കയറുപയോഗിച്ച് ആ പേടകത്തെ ബന്ധിക്കുന്ന ആ പ്രക്രിയ അതിപ്പോഴും തുടരുകയാണ്. നമുക്ക് അവിടെ ഒരു സാങ്കേതിക വിദഗ്ധനെ കാണാം. അവർക്കൊക്കെ കൃത്യമായ പരിശീലനം ലഭിച്ചവരാണ് ഇവർ. കൃത്യമായി എങ്ങനെയാണ് ഈ റിക്കവറി ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടതെന്നും കൃത്യമായി അറിയാവുന്നവരാണ്. അവരത് ആ പ്രോസസ്സിലൂടെ കടന്നു പോവുകയാണ്. അല്പസമയത്തിനകം ആ ബോട്ടിൽ പേടകത്തെ കെട്ടിവലിക്കും ഷിപ്പിലേക്ക്. റിക്കവറി ഷിപ്പിൽ എല്ലാ സജ്ജീകരണങ്ങളും ഇവർക്ക് പ്രാഥമികമായി നൽകേണ്ട എല്ലാ ഒരുക്കങ്ങളും അതൊക്കെ ആ ഷിപ്പിൽ ലഭ്യമാക്കുകയും ചെയ്യും. പിന്നീട് ഷിപ്പിൽ നിന്നും കരയിലേക്ക് എത്തുന്ന മുറയ്ക്ക് ഇവരെ അവിടെ ഹെലികോപ്റ്ററിൽ ഇവരെ ആക്സിയത്തിൻ്റെയോ അല്ലെങ്കിൽ നാസയുടെയോ സെന്ററിലേക്ക് മാറ്റുകയും ചെയ്യും. അതിനായുള്ള ഘട്ടം ഘട്ടമായ പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഇതാണ് നേരത്തെ സൂചിപ്പിച്ചു, ഈ പേടകത്തിന് മുകളിലേക്ക് കയറിയ ആ വിദഗ്ധനെ കാണാം. അത് റോപ്പ് ബന്ധിപ്പിക്കാനാണ്. ഏറ്റവും അടുത്ത് നമുക്ക് ഈ റിക്കവറി ബോട്ടിനെയും കാണാം. ആ റിക്കവറി ബോട്ടിൽ 2 പേർ ചേർന്നുകൊണ്ട് അതിനെ കൃത്യമായി തന്നെ ബന്ധിപ്പിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ആണ്. ഈ പ്രൊസീജിയേഴ്സിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഇത് എന്തുകൊണ്ടാണ് ഇതിപ്പോൾ നാസയും സ്പേസ് എക്സും ഒക്കെ ദിനേന എന്നോണം ചെയ്യുന്ന അല്ലെങ്കിൽ അത്രമാത്രം വളരെ സാധാരണമായ ഒരു പ്രോസസ്സാണ് അവർക്ക്. കാരണം ഈ സ്റ്റാർലിങ്കിൻ്റെയൊക്കെ സാറ്റലൈറ്റുകളെ ഓരോ ദിവസം എന്നോണം അല്ലെങ്കിൽ ഓരോ ആഴ്ച എന്നോണം സ്പേസ് എക്സ് ഇങ്ങനെ റോക്കറ്റ് ഉപയോഗിച്ച് വിക്ഷേപിക്കുന്നുണ്ട്. ഫാൽക്കൺ ഉപയോഗിച്ച് വിക്ഷേപിക്കുന്നുണ്ട്. മാത്രമല്ല, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ഈ മാൻഡ് മിഷൻസ് മാത്രമല്ല, അല്ലെങ്കിൽ ആളെ ഉപയോഗിച്ചുള്ള ദൗത്യങ്ങൾ മാത്രമല്ല, ആളില്ലാ ദൗത്യങ്ങൾ ഇഷ്ടം പോലെ സംഭവിക്കുന്നുണ്ട്. കാരണം മാസങ്ങളോളം കഴിയേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എത്തിക്കേണ്ട ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നടത്താനുള്ള എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള വസ്തുക്കൾ ഇതൊക്കെ അവിടത്തേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനായി കാർഗോ വാഹനങ്ങളുണ്ട്. എയർ കാർഗോ വാഹനങ്ങളുണ്ട്. അത്തരം സ്പേസ് ഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് കാർഗോ ഷിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് അതൊക്കെ സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിക്ഷേപണങ്ങളും അതിൻ്റെ തിരിച്ചിറക്കവുമൊക്കെ നാസയ്ക്കും സ്പേസ് എക്സിനൊക്കെ ഒരുപാട് തവണ ചെയ്ത കാര്യമാണ്. പക്ഷേ ISRO തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ഗഗൻയാൻ പോലുള്ള മാൻഡ് മിഷൻസിനെ ലക്ഷ്യം വെക്കുന്നുണ്ട്. മനുഷ്യരെ ബഹിരാകാശത്തേക്ക് എത്തിക്കുന്ന ഇന്ത്യയുടെ സ്വന്തം ദൗത്യം അത് സംഭവിക്കാൻ ഇനി വർഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള എല്ലാ പ്രൊസീജിയേഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഗഗൻയാനിൽ 4 പേരെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് ശുഭാംശു ശുക്ല. അതുകൊണ്ട് തന്നെ ഗഗൻയാന് മുമ്പ് ഒരു പരിചയം, ഒരു എക്സ്പീരിയൻസ് ശുഭാംശുന് ഉണ്ടാക്കുക എന്നതായിരുന്നു ISROയുടെയും ഇന്ത്യയുടെയും ലക്ഷ്യം.